കുറേ നാൾക്ക് ശേഷം വീണ്ടും ഒരു റേസ് റിപ്പോർട്ട് ടൈം. ഇന്ന് ജിടെക് മാരത്തോണിൻ്റെ പ്രോമോ റണ്ണ് ടെക്നോ പാർക്കിൽ വെച്ചുണ്ടായിരുന്നു. ഞാൻ ഒറ്റയ്ക്കല്ല പോയത്, എൻ്റെ കൂടെ ഒരാളും കൂടി ഉണ്ടായിരുന്നു. സോ ഞങ്ങളിന്ന് രാവിലെ ഒരു 5:30 കഴിഞ്ഞപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. 5:45 റിപ്പോർട്ടിംഗ് ടൈം. അപ്പോൾ ടെക്നോ പാർക്കിൻ്റെ ബാക്കിൽ ഒരു ആംഫി തിയേറ്റർ ഉണ്ട്, അവിടെ ആയിരുന്നു സ്റ്റാർട്ടിംഗ് ലൈൻ. സോ എനിക്ക് തോന്നുന്നു ഒരു 6 മണിയൊക്കെ അടുപ്പിച്ചായപ്പോഴത്തേക്ക് അവിടെ എത്തി. ഞങ്ങൾ പോയപ്പോഴും അവിടെ ഒന്നും തുടങ്ങിയിട്ടില്ലായിരുന്നു. ജസ്റ്റ് പോയി ടീഷർട്ടൊക്കെ വാങ്ങിച്ചിട്ട് നേരെ റണ്ണിലോട്ട് പോയി. അങ്ങനെ ജിടെക്കിൻ്റെ 5K പ്രോമോ റൺ കംപ്ലീറ്റ് ചെയ്തു. ഞാൻ 4th ആയിരുന്നു. 23 സംതിങ് ആണ്, എനിക്ക് കറക്റ്റ് അറിഞ്ഞൂടാ, അത് ഞാൻ ഇവിടെ എവിടെയെങ്കിലും ആഡ് ചെയ്യാം. അപ്പോൾ എൻ്റെ PR ആണ്, ഫസ്റ്റ് PR അല്ല, എനിക്കൊന്ന് സെക്കൻഡ് PR ആണ്. ഫസ്റ്റ് 23 സംതിങ് തന്നെയാണ്. നല്ല ടൈമായിരുന്നു. ലാസ്റ്റ് ആ എലവേഷൻ ഇല്ലായിരുന്നു, എനിക്കൊന്ന് ഇതിനേക്കാളും നല്ല ടൈമിൽ ഫിനിഷ് ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഇനിയും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഇന്നത്തെ റണ്ണിൻ്റെ വേറൊരു പ്രത്യേകത, ഞാൻ ആദ്യത്തെ 1 കിലോമീറ്റർ 4:03 ഓടിയെന്നാണ് വാച്ച് കാണിച്ചത്. അതെൻ്റെ ഫാസ്റ്റസ്റ്റ് ഒരു 1K ആണ്, എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ പോലും ഒന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിപ്പോയി അത്. അപ്പോൾ സോൺ 2 ട്രെയിനിങ് ഒരുപാട് എഫക്റ്റീവ് ആയെന്നുള്ളതിൻ്റെ ഒരു പ്രൂഫാണത്. എൻ്റെ റേസ് നേരത്തെ തീർന്നുകൊണ്ട് തന്നെ ബാക്കിയുള്ള എല്ലാവരും ഫിനിഷ് ചെയ്യുന്ന വീഡിയോ എടുക്കാൻ പറ്റി. അപ്പോൾ ഇതെൻ്റെ കുട്ടി ഫോളോവർ അർമാനാണ്. ഇന്ന് നല്ല ടൈമിലാണ് കേട്ടോ അർമാൻ ഫിനിഷ് ചെയ്ത്. അർമാൻ തൊട്ട് പുറകെ എൻ്റെ അനിയനും ദിൽബർ ബ്രോ ഉണ്ടായിരുന്നു. സോ ദിൽബർ ബ്രോ ഇന്ന് പുഷ് ചെയ്തില്ല, എൻ്റെ അനിയന് പേസ് ചെയ്യായിരുന്നു. അവൻ ഒരുപാട് ടിപ്പൊക്കെ പറഞ്ഞു കൊടുത്തു എന്നാണ് അവൻ റണ്ണ് കഴിഞ്ഞപ്പോൾ പറഞ്ഞത്. ആര്യയുടെ ഫാസ്റ്റസ്റ്റ് 5K ആയിരുന്നു ഇന്ന്. പക്ഷേ ബുദ്ധിയുള്ള കുട്ടിയായതുകൊണ്ട് 4.97 വാച്ച് നിർത്തി. സോ PR കിട്ടിയില്ല, പക്ഷേ ഇന്നൊരു PR തന്നെ ആയിരുന്നു. എല്ലാവരും ഫിനിഷ് ചെയ്തതിന് ശേഷം ഞങ്ങൾ നേരെ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി. സാധാരണ നമുക്ക് റേസ് കഴിഞ്ഞ് കിട്ടുന്ന മെനുവിൽ നിന്ന് ഭയങ്കര ഡിഫറൻ്റ് ആയിരുന്നു. അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. സോ ബ്രേക്ക്ഫാസ്റ്റ് നല്ല ആസ്വദിച്ച് തന്നെ കഴിച്ചു. അത് കഴിഞ്ഞ് പിന്നെ നേരെ വീട്ടിലോട്ട് പോയി. കാരണം ഫിലിം ഫെസ്റ്റിവൽ നടക്കുന്നതുകൊണ്ട് സിനിമയ്ക്ക് പോകാനുണ്ടായിരുന്നു. സോ അധികം റെസ്റ്റ് എടുക്കാനുള്ള ടൈമൊന്നും കിട്ടിയില്ല. സോ സാധാരണ ഞാൻ റണ്ണൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുള്ള് റെസ്റ്റാണ്. ഇന്ന് റെസ്റ്റ് ഇല്ല. റണ്ണ് കഴിഞ്ഞ് ഞാൻ നേരെ IFFK കിടക്കുന്നുണ്ട്, അത് കാണാൻ വന്നു. സോ ഇന്ന് എനിക്ക് വീഡിയോ ഇടാൻ പറ്റുമെന്ന് പറഞ്ഞുകൂടാ. സാധാരണ റേസ് റിപ്പോർട്ട് റേസിൻ്റെ അന്ന് തന്നെയാണ് ഇടുന്നത്. മിക്കവാറും ഞാൻ തിങ്കളാഴ്ച ആയിരിക്കും ഇടുന്നത്. അപ്പോൾ റേസൊന്നും നല്ലായിരുന്നു, ഓവറോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ നല്ല ടയർഡാണ്, നല്ല ഉറക്കക്ഷീണമുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ റണ്ണിങ് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോ കാണാം.